ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ചെമ്പനീർ പൂ ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന 6 സീനുകൾ. ആദ്യത്തെ സീൻ എന്ന് വെച്ചാൽ രേവതിയെ വീട്ടിൽ നിന്നും പടിയിറക്കി വിടുകയാണ് സച്ചിയും ചന്ദ്രമതിയൊക്കെ കൂടി. സച്ചിയുടെ ചേട്ടനും ചേട്ടത്തിയൊക്കെ ഇത് കണ്ടിട്ട് നല്ല സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ രേവതി പഴയ സംഭവിച്ച കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു വരുന്നതാണ് ആദ്യത്തെ സീൻ. രണ്ടാമത്തെ സീൻ എന്താണെന്ന് വെച്ചാൽ ശ്രീകാന്തിനെ തേടി സച്ചി റെസ്റ്റോറൻറ്റിൽ വരുന്നതാണ്. റെസ്റ്റോറൻറ്റിൽ വന്ന് നല്ല ബഹളം വെക്കുന്നുണ്ട്, അവിടുത്തെ ചെടിയൊക്കെ തല്ലി പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ പറയുന്നുണ്ട് ശ്രീകാന്ത് ഇവിടെ ഇല്ല, ശ്രീകാന്ത് ഇവിടെ. എന്നിട്ട് സച്ചി കേൾക്കുന്നില്ല. ലാസ്റ്റ് ആ ചേട്ടൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സച്ചിക്ക് കാര്യം മനസ്സിലായത്. അപ്പം നശിപ്പിച്ചതിൻ്റെയൊക്കെ പൈസ കൊടുത്തിട്ട് മൂന്നാമത്തെ സീൻ എന്താണെന്ന് വെച്ചാൽ ദേവുവിനെ അടിച്ച് തകർക്കുകയാണ് ലക്ഷ്മി. അപ്പം ശരത്ത് പറയുന്നുണ്ട് വേണ്ട അമ്മയെന്നൊക്കെ. ഇതൊന്നും ലക്ഷ്മി കേൾക്കുന്നില്ല. നീ കാരണം അവളുടെ ജീവിതം നശിച്ചത്. ഒന്നാമതേ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു നേരത്തെ തന്നെ. ഇപ്പോൾ അവർക്ക് ആർക്കും അവൾ ഒട്ടും ഇഷ്ടമാകത്തില്ലായിരുന്നു. അപ്പോൾ ദേവ് പറയുന്നുണ്ട് അമ്മേ, അവൻ ഞങ്ങളെ ചതിച്ചാണ്, കല്യാണം കഴിക്കുവാനൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു അമ്മേ. അടുത്ത സീനിൽ രേവതി വീട്ടിലെത്തിയപ്പോൾ രേവതി കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ രേവതി അമ്മയോട് പറഞ്ഞു അമ്മ അവരെന്നെ ഇറക്കി വിട്ടു, ഞങ്ങൾക്കറിയില്ലായിരുന്നു ശ്രീകാന്ത് ഞങ്ങളെ ചതിക്കുമെന്ന്. വർഷമായിട്ട് ക്ഷേത്രത്തിൽ വെച്ചൊന്ന് കാണാമെന്നായിരുന്നു പറഞ്ഞത്, പക്ഷേ അവൻ ഞങ്ങളെ ചതിക്കുമായിരുന്നു. ഞാൻ ഓർത്ത് അവൻ വീട്ടിൽ വന്ന് എനിക്കറിയില്ലായിരുന്നെന്ന് പറയുമെന്ന്, പക്ഷേ അവൻ അതൊന്നും ചെയ്തില്ലമ്മേ. അത് കാരണം അവരെന്നെ ഇറക്കി വിട്ടു. അപ്പോൾ ലക്ഷ്മി വീണ്ടും ദേവുവിനെ തല്ലുന്നുണ്ട്, നീ കാരണം ഇതൊക്കെ ഉണ്ടായെന്നും പറഞ്ഞ്. ശ്രീകാന്ത് രേവതിക്ക് പറ്റിയതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വാദിക്കാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ വർഷ വന്നു ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ശ്രീകാന്ത് പറഞ്ഞു എനിക്കിപ്പോൾ ഒരു മനസ്സിനൊരു സുഖമില്ല വർഷേ. അന്നേരം വർഷ പറഞ്ഞു നമുക്ക് ഫസ്റ്റ് നൈറ്റൊക്കെ ആഘോഷിക്കണ്ടേ. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഇല്ല, എനിക്ക് എൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി കല്യാണം കഴിക്കണമായിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് പറ്റിയില്ല. ഇനി എന്തായാലും ഇപ്പോഴൊന്നും എന്നെക്കൊണ്ട് ഒന്നിനും പറ്റത്തില്ല. അപ്പോൾ വർഷ പറഞ്ഞു എനിക്കറിയാം നിന്നെ, കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നും പറഞ്ഞ് അതോട്ട് പോയി. വർഷയുടെ വീടാണ് അടുത്ത സീന്. അതിൽ വർഷയുടെ അച്ഛൻ വാതിക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ മഹിമ അങ്ങോട്ട് വരുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു കാറ് വന്ന് വാതിക്കെ നിൽക്കുന്നു. അത് റോഹനും അവൻ്റെ അച്ഛനും കൂടിയായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ കഥ അവസാനിക്കുന്നു. താങ്ക് യു.